സർ, ആസ് എ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്ന ഇത് വെച്ച് ചോദിക്കുകയാണ്, സാറിന്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ജനങ്ങൾ എങ്ങനെയായിരിക്കണം? അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷൻ സാറിന് എന്താണ്? ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്തിട്ട് അത് പരിഹരിക്കുന്നതിനൊരു സമയക്രമം നിശ്ചയിക്കണം. അത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള കൂട്ടായ ആലോചന, അതിന് ആസ്പദമായിട്ടുള്ള ഫണ്ടിങ്, അതിന് പണം എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും അതുകൂടെ കണ്ടെത്തി അങ്ങനെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്നു. അതാണ് ഏറ്റവും നല്ല ഒരു സാമൂഹിക പ്രവർത്തനം. അത് കറക്റ്റ് സർ. അപ്പോൾ സാറിൻ്റെതായ അഭിപ്രായം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇന്നതാണ് സാറിൻ്റെ വിഷനിൽ, സാറിന് ഒരു കാഴ്ചപ്പാടുണ്ടാവും. പക്ഷെ സാർ ഇതൊരു ഡിസ്കഷനിൽ വെച്ചേ പറ്റത്തുള്ളൂ. അപ്പം പലർക്കും പല അഭിപ്രായങ്ങൾ വരും. അപ്പോൾ സാറിൻ്റെ ഒരു വിഷയം ചിലപ്പോൾ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ലെന്നിരിക്കും. അപ്പോൾ സാറിനുണ്ടാവുന്ന ഒരു പ്രഷർ എന്താണ്? അതെങ്ങനെ സഫി മനസ്സിലാക്കി കൊടുക്കും? പ്രശ്നവും പ്രയാസം വരും നമുക്ക്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം MLA ആയി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയായിരുന്നു. എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. അത് കൃത്യമായി ഞാൻ നടപ്പാക്കി പലയിടത്തും. ഈ കേരളത്തിൽ ആദ്യമായി ഈ സമ്പൂർണ്ണ ഹൈടെക് സ്കൂൾ തുടങ്ങിയത് ഞാനാണ്, അടൂർ മണ്ഡലത്തിലാണ്. അതായത് നമുക്ക് ഈ കണ്ടും കേട്ടും പഠിക്കാൻ പറ്റും. അത് തന്നെ നമ്മൾ സാധാരണ കുട്ടികളെ ചെയ്യുന്നത് വെച്ചാൽ പാഠപുസ്തകം നാളെ നോക്കി പഠിപ്പിക്കുകയില്ലേ, ഇതത് വേണ്ട. നമ്മൾ എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയറിലാക്കി ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിമോട്ട് മൗസ് ഉപയോഗിച്ച് ദൂരെ നിന്ന് ഓൺ ചെയ്തിട്ട് TV-യിൽ അത് കാണിക്കാൻ പറ്റും. അത് ആദ്യം നടപ്പാക്കി ഞാൻ. പക്ഷേ എനിക്ക് എല്ലായിടും നടപ്പാക്കാൻ പറ്റിയില്ല, ഒരു സ്കൂളിൽ നടപ്പാക്കാൻ പറ്റുള്ളൂ. കാര്യം വലിയ സമ്പത്താണ് അതിന് ചിലവഴിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്കൂളിലെല്ലാം അതുണ്ട് അത്. പക്ഷേ ഇപ്പം പിന്നെ സംസ്ഥാന ഗവൺമെന്റ് 54,000 ക്ലാസ് മുറി സമ്പൂർണ്ണമായിട്ട് ഹൈടെക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സാറിന് ചുറ്റും പ്രഷർ വരുമ്പോൾ സാറിൻ്റെതായ ഡിസിഷൻ എടുക്കാൻ പലയിടത്തും സാധിക്കുന്നില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് തന്നെയാണ് സാർ നിയമസഭയിൽ സാധിക്കുന്നത്. അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും കിടന്ന് ഇങ്ങനെ വഴക്ക് പറയുമ്പോഴും അവരുടെ ആർഗ്യുമെന്റ്സ് നടക്കുമ്പോഴും സ്വാഭാവികമായിട്ടും രണ്ടുപേരെയും നിയന്ത്രിക്കേണ്ടുന്ന ഒരു ബുദ്ധിമുട്ട് വരും നമുക്ക്. പ്രതിപക്ഷത്തിൻ്റെ അവകാശം സംരക്ഷിക്കണം, അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിന് അവരുടെ തീരുമാനം നടപ്പാക്കാൻ കഴിയുകയും വേണം. ഇത് രണ്ടും വേണം. രണ്ടിൻ്റെ ഇടയിൽ വലിയ പ്രയാസമാണ് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ. അതെ സാർ, എന്തറിയോ, ഞങ്ങൾ ഈ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ TV കൂടിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അസംബ്ലി എല്ലാം കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കാണുമ്പോൾ അവിടെ അടിയും പിടിയും ബഹളവും ഒക്കെ നടക്കുന്നുണ്ട്. സ്പീക്കറിന്റെ ഡയസ് വരെ എത്തുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ശരിക്കും സാർ അവിടെ ഒരു നിയമവും അച്ചടക്കവും ഒക്കെ ഇല്ലേ? തീർച്ചയായിട്ടും അത് ശരിയായ നടപടി അല്ലെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം പ്രതിഷേധിക്കാം നമുക്ക്, പക്ഷേ സ്പീക്കറിന്റെ ഡയസ് കയറാൻ പാടില്ല. നടുത്തളത്തിൽ ഇറങ്ങാം. അത് എങ്ങനെ ഇറങ്ങുമെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം എന്താണ് ഒരു സമരത്തിൻ്റെ അങ്ങേയറ്റം വരുമ്പം നടുത്തളത്തിൽ ഇറങ്ങാം. പക്ഷെ എന്നാലും സ്പീക്കർ ഡൈസ് കയറാൻ പാടില്ല. പക്ഷെ ഇപ്പം നടക്കുന്നത് സ്പീക്കർ ഡൈസ് കയറുക, പിന്നെ എന്താണ് ബാനർ വെച്ച് മറയ്ക്കുക. അതൊക്കെ ഒരു ജനാധിപത്യ സമരമല്ല, അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ശരിക്കും സാർ ഇത് ഇവർ ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് ആർക്കും അറിയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ അതെന്താണ് സ്ട്രിക്റ്റ് ആയിട്ട് നടപടി എടുക്കാൻ പറ്റും. നടപടിയെടുത്തപ്പം പാർലമെന്റിൽ അങ്ങനെ ചെയ്യുമ്പോഴും നിയമസഭയിൽ അങ്ങനെ ചെയ്യുമ്പോഴും പുറത്താക്കാറുണ്ട്. ഞങ്ങൾ അങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്. ആ സെഷൻ തീരുന്നവരെ നിയമസഭയ്ക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണോ സാർ പറയുന്നത്? സ്ട്രിക്റ്റ് ആണ്, പക്ഷേ അതിനകത്ത് ഈ സ്ട്രിക്റ്റായി നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. Ali's Kitchen. Let's cook with love.